SEOയിൽ തന്നെ കുറേ ടൈപ്സ് ഓഫ് SEO ഉണ്ടല്ലേ? അതിലൊന്നാണ് ഓഫ് പേജ് SEO. ഓഫ് പേജ് SEO ചെയ്യുമ്പോൾ വരുന്ന ക്രൈറ്റീരിയാസ് ആണ് ഡൊമൈൻ അതോറിറ്റി, പേജ് അതോറിറ്റി ആൻഡ് സ്പാം സ്കോർ. മോസ്റ്റ് എന്ന സോഫ്റ്റ്വെയർ കമ്പനി ഡെവലപ്പ് ചെയ്ത മെട്രിക്സ് ആണ് ഇതെല്ലാം. സോ ആക്ച്വലി വാട്ട് ഇസ് ഡൊമൈൻ അതോറിറ്റി? ഒരു ഹോൾ വെബ്സൈറ്റിന്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യുന്ന സ്കോറാണ് ഡൊമൈൻ അതോറിറ്റി. സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൽ ഒരു വെബ്സൈറ്റ് എത്രത്തോളം റാങ്ക് ചെയ്യുമെന്ന് പ്രഡിക്റ്റ് ചെയ്യുന്ന സ്കോറാണിത്. It ranges from 1 to 100. ബാക്ക്ലിങ്കിന്റെ ക്വാളിറ്റി, വെബ്സൈറ്റ് ട്രാഫിക്, ഓവറോൾ SEO പെർഫോമൻസ്, ഈ ഫാക്ടേഴ്സ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡൊമൈൻ അതോറിറ്റി എന്ന് പറയുന്നത് ഗൂഗിളിന്റെ ഡയറക്റ്റ് റാങ്കിങ് ഫാക്ടർ അല്ല, പക്ഷേ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിന്റെ സ്ട്രെങ്ത് എത്രത്തോളമാണെന്ന് നമുക്ക് മെഷർ ചെയ്യാനും അത് ഇംപ്രൂവ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി ഈ ഡൊമൈൻ അതോറിറ്റി എങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം? ഹൈ ക്വാളിറ്റി കോണ്ടന്റ് ഫോക്കസ് ചെയ്തും സ്ട്രോങ് ബാക്ക്ലിങ്ക് ബിൽഡ് ചെയ്തും ഗുഡ് SEO പ്രാക്ടീസസ് മെയിൻറ്റെയിൻ ചെയ്തും നമുക്ക് ഈ DA ഇംപ്രൂവ് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് പേജ് അതോറിറ്റി. വാട്ട് ഇസ് പേജ് അതോറിറ്റി? ഡൊമൈൻ അതോറിറ്റി ഒരു ഹോൾ വെബ്സൈറ്റിന്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യുന്ന സ്കോർ ആണെങ്കിൽ പേജ് അതോറിറ്റി ഒരു പർട്ടിക്കുലർ വെബ് പേജിന്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യുന്ന സ്കോറാണ്. സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൽ ഒരു സ്പെസിഫിക് വെബ് പേജ് എത്രത്തോളം റാങ്ക് ചെയ്യുമെന്ന് പ്രഡിക്റ്റ് ചെയ്യുന്ന സ്കോറാണ് പേജ് അതോറിറ്റി. സിമിലർ ടു DA, ഇറ്റ് ഓൾസോ റേഞ്ചസ് ഫ്രം 1 to 100. Quality and quantity of links pointing to the page, its content, its relevance to the target keywords, ഈ ഫാക്ടേഴ്സ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് പേജ് അതോറിറ്റി മെഷർ ചെയ്യുന്നത്. ബെറ്റർ റാങ്കിങ്സിന് വേണ്ടി ഇൻഡിവിജ്വൽ പേജിനെ അനലൈസ് ചെയ്യാനും ഒപ്റ്റിമൈസ് ചെയ്യാനും ഈ പേജ് അതോറിറ്റി ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വൺ, വാട്ട് ഇസ് സ്പാം സ്കോർ? ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിൻസിൽ ഒരു വെബ്സൈറ്റ് ബാൻ ചെയ്യാനോ അല്ലെങ്കിൽ സ്പാം ആയിട്ട് ഫ്ലാഗ് ചെയ്യാനോ എത്രത്തോളം ചാൻസ് ഉണ്ടെന്ന് മെഷർ ചെയ്യുന്ന സ്കോറാണ് സ്പാം സ്കോർ. ഇറ്റ് മെഷേഴ്സ് ഓൺ എ സ്കെയിൽ ഫ്രം 0% to 100%. ലോ ക്വാളിറ്റി ബാക്ക്ലിങ്ക്, കീവേഡ് സ്റ്റഫിംഗ്, തിൻ കോണ്ടന്റ് ആൻഡ് അതർ സസ്പീഷ്യസ് SEO പ്രാക്ടീസസ്, ഈ ഫാക്ടേഴ്സ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് സ്പാം സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഈ സ്പാം സ്കോർ നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും? ടോക്സിക് ബാക്ക്ലിങ്ക് റിമൂവ് ചെയ്ത് കോണ്ടന്റിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്ത് വെബ്സൈറ്റിൽ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്ത് കീവേഡ് സ്റ്റഫിംഗ് അവോയ്ഡ് ചെയ്ത് ഹൈ ക്വാളിറ്റി ബാക്ക്ലിങ്ക് ബിൽഡ് ചെയ്തുകൊണ്ട് നമുക്ക് സ്പാം സ്കോർ കുറയ്ക്കാൻ പറ്റും. SEO സീരീസിലെ നെക്സ്റ്റ് വീഡിയോക്കായി ഡു സബ്സ്ക്രൈബ് ടു ഡിജി സ്കിൽസ് അക്കാഡമി.